ഇന്ന് ചിക്കൻ മേടിച്ചപ്പോഴേ നാടൻ രീതിയിലൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പം നമുക്ക് ആദ്യം തന്നെ അതിനായിട്ട് വറ്റൽമുളകും മല്ലിയും കുരുമുളകും ഗ്രാമ്പും കറുകപ്പട്ടയും പെരിഞ്ചീരകവും എല്ലാം കൂടെ വറുത്തെടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ അരച്ചെടുക്കാം, നല്ല പേസ്റ്റ് പോലെ. അത് എന്നിട്ട് നമുക്ക് ചിക്കൻ്റെ കൂടെ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് തിരുമ്മി വെക്കാം ഒരു 10 മിനിറ്റ് നേരം, അതൊന്ന് ഉപ്പും മുളകൊക്കെ പിടിക്കുന്നതിനായിട്ട്. എന്നിട്ട് നമുക്ക് ചീഞ്ചട്ടി ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് വഴറ്റാം. അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് സവോളയും ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ചെറിയുള്ളി തന്നെയാണ് നല്ലതാണ്. ഞാൻ കൂടെ കുറച്ച് കരിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് അതൊന്ന് വഴണ്ട് വന്നപ്പോൾ ഒരു തക്കാളിയും കൂടി ചേർത്ത് ചിക്കൻ ഇട്ട് ഇളക്കി മൂടി വെച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാവേ. നമുക്ക് ചിക്കനകത്ത് ഗ്രേവിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, എന്നാലും ഇവിടെ കൂടുതൽ ഗ്രേവി ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തേ. എന്നിട്ട് ചിക്കൻ വെന്ത് വരുമ്പോൾ നമുക്ക് ഇച്ചിരിയും കൂടി കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിക്കനും ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വായോ കഴിക്കുക.